ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയെ വിളിച്ച് CI സാർ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്, മാനസയുടെ അച്ഛനും അമ്മയുമാണ് എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന നേരെ ഇക്കാര്യം സൂര്യയോടും ജയനിർമ്മലയോടും മാനസയോടും ദേവനോടും പറയുകയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, നിങ്ങൾ ആരും തന്നെ ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പോലീസിനോട് സംസാരിച്ചോളാം, പോലീസിന് എന്നോടാവും ചോദ്യം ചെയ്യാനുണ്ടാവുക, ഞാൻ തന്നെ എല്ലാ കാര്യവും പറഞ്ഞുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യയും ഭാവനയും ജയനിർമ്മലയും ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പോലീസിനോട് പറയാൻ പോകുന്നത്, അത് ഞങ്ങളോട് കൂടി പറ, മറ്റേത് നീ ഒന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് പറഞ്ഞ് അതിൽ പൊരുത്തക്കേട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ്. ഞാൻ സത്യമായിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്, അത് ഞാൻ പോലീസിനോട് പറഞ്ഞുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ള സത്യവും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വരികയാണ്. കൂടെ പ്രസീതയും അജയനും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പോലീസ് പറയുകയാണ്, നിങ്ങളുടെ പരാതി സത്യമാണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പോലീസിനെ കാണുന്ന സമയത്ത് സൂര്യയും ദേവനും ജയനിർമ്മലയും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ സൂര്യയും ദേവനും ചോദിക്കുകയാണ്, എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുകയാണ്, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഇവരുടെ മകളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന്, ഭീഷണിപ്പെടുത്തി ഇവിടെ പൂട്ടിയിരിക്കുകയാണെന്നൊക്കെയാണ് ഇവരുടെ പരാതി എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് സൂര്യ പറയുന്നുണ്ട്, അതെല്ലാം വ്യാജമാണ്, ഞങ്ങൾ ആരെയും തടവിൽ പാർപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അജയനും പ്രസീതയും പറയുകയാണ്, ഉണ്ട് സാറേ, ഇവർ നിങ്ങളോട് കള്ളം പറയുകയാണ്, എൻ്റെ മകളെ ഇവർ തടവിൽ പാർപ്പിച്ചിരിക്കുക തന്നെയാണ്, എന്നിട്ട് എൻ്റെ മകൾ ഇപ്പോൾ ഗർഭിണിയും കൂടിയാണ്, ഈ നിൽക്കുന്ന ജയനിർമ്മലയാണ് എൻ്റെ മകളെ ഇപ്പോൾ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടാവുക, അവളുടെ നിർബന്ധപ്രകാരം തന്നെയായിരിക്കും സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ എൻ്റെ മകൾ ഇപ്പോൾ ഗർഭം ധരിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് സാറേ, ഇവർക്കെതിരെ പരാതി തന്നതുപോലെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം, എന്നിട്ട് ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞ് അജയനും പ്രസീതയും അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യയും ദേവനും ജയനിർമ്മലയും പറയുന്നുണ്ട്, ഇതെല്ലാം ഇവർ നുണയാണ് പറയുന്നത്, ഞങ്ങൾ ആരെയും ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടില്ല, പിന്നെ ഇയാളെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ദേഷ്യമാണ്, ഇയാൾ ഞങ്ങളുടെ കുടുംബത്തിനോട് അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് ചെയ്തത് എന്ന് സൂര്യ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാവന വരികയാണ്. എന്നിട്ട് ഭാവന പറയുകയാണ്, സാറേ, ഇയാൾ പറയുന്നതെല്ലാം കള്ളമാണ്, ഞങ്ങൾ ആരെയും തടവിൽ പാർപ്പിച്ചിട്ടില്ല, പിന്നെ ഇയാളെന്നെ ഞങ്ങൾ ഇവിടെ പുറത്താക്കിയതിൻ്റെ ദേഷ്യമാണ് ഇപ്പോൾ തീർക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ്, അല്ല, ഇയാളെന്നെ എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയത്? അപ്പോൾ സൂര്യ പറയണേ, ഞങ്ങളുടെ കുടുംബത്തിനോട് വലിയ ദ്രോഹമാണ് ഇയാളും ഇയാളുടെ ഭാര്യയും ചെയ്തത്, ഇയാളെ കാണുന്നത് പോലും ഞങ്ങൾക്ക് കലിപ്പാണ്, കാറിൻ്റെ കൂടെ വന്നതുകൊണ്ട് മാത്രമാണ് ഇയാളിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ നല്ലതുപോലെ ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോവുക പോലും ചെയ്യില്ല എന്ന് സൂര്യ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ ഭാവന പറയാണ്, ഇയാൾ തന്നത് വ്യാജമായ പരാതിയാണ്, ഞങ്ങൾ ആരെയും ഇവിടെ വീട്ടുതടങ്കലിലൊന്നും വെച്ചിട്ടില്ല സാറേ എന്ന് പറയട്ടോ. അപ്പോൾ അജിത് സാറ് ചോദിക്കുകയാണ്, അല്ല, ഇയാളുടെ മകൾ ഈ വീട്ടിലുണ്ടോ, അയാൾ തന്ന പരാതിയിൽ മാനസ എന്ന പെൺകുട്ടി ഈ വീട്ടിലാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്, എവിടെയാണ് മാനസ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്കും മാനസ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവർ പറയുന്നതെല്ലാം തന്നെ വ്യാജമാണ്, ഞാനാണ് മാനസ, ഇവരുടെ മകൾ തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മയുമാണ് നിങ്ങൾക്ക് പരാതി തന്നിട്ടുള്ളത്, പക്ഷേ ഇവർ തന്നത് വ്യാജമായ പരാതിയാണ്, എന്നെ ഇവിടെ ആരും വീട്ടുതടങ്കലിൽ വെച്ചിട്ടില്ല, ഞാൻ ഇവിടെ സ്വതന്ത്രമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഇവരാണ് ഈ വീടിനോട് വലിയ ദ്രോഹം ചെയ്തത്, അതുകൊണ്ടാണ് ഇവരെന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത് തന്നെ, ആ ഒരു ദേഷ്യമാണ് ഇപ്പോൾ തീർക്കുന്നത് എന്ന് പറയട്ടോ. മാനസ അങ്ങനെ പറഞ്ഞതോടുകൂടി അജിത് സാറ് ചോദിക്കുകയാണ്, അല്ല, എന്തിനാണ് ഈ വീട്ടിൽ നിന്നും ഇവരെ പുറത്താക്കിയത്, അതിനു മാത്രം എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്, ഭാവന ഒന്ന് പറ എന്ന് പറയുമ്പോൾ ഭാവന പറയണേ, എൻ്റെ നാവിൽ നിന്നും ആ സത്യം പറയാൻ എനിക്ക് കഴിയില്ല സാറേ എന്ന് പറയട്ടോ. അപ്പോൾ മാനസ പറയണേ, ഞാൻ തന്നെ പറഞ്ഞോളാം, എൻ്റെ അമ്മയും അച്ഛനും ഈ വീടിനോട് വലിയ ഒരു ദ്രോഹമാണ് ചെയ്തത്, ഈ ഭാവന ഗർഭിണിയായിരുന്നു, ഭാവനയെ അപായപ്പെടുത്തിയ ശേഷം അവളുടെ വയറ്റിൽ വെച്ച് അവളുടെ പിഞ്ചു കുഞ്ഞിനെയാണ് ഇവർ കൊന്നുകളഞ്ഞത്, അപ്പോൾ ഇവർ ഒരു കണക്കിന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകികളാണ് ഇവർ രണ്ടുപേരും, ഇവരെൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാവനയോട് അത്രയ്ക്ക് വലിയ ചതിയാണ് ഇവർ ചെയ്തത് എന്ന് പറയട്ടോ. അങ്ങനെ മാനസ ഇക്കാര്യം പറഞ്ഞതോടുകൂടി പ്രസീതയും അജയനും ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അജയൻ മാനസയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്, മോളെ, നിനക്കിത് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്, നീ പ്രസവിക്കുന്ന നിന്റെ കുഞ്ഞിന് അച്ഛനില്ലാതെയാവും, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നീ നിന്നേക്ക്, എന്നിട്ട് നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊന്നും മാനസ അതിനോടൊന്നും കൂട്ടു നിൽക്കുന്നില്ല. അങ്ങനെ പോലീസിൻ്റെ മുന്നിൽ വെച്ച് മാനസ ഇക്കാര്യം
പറഞ്ഞതോടുകൂടി അജയനും പ്രസീദും ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അജിത് സാറ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഭാവന, സൂര്യ, നിങ്ങൾക്ക് ഇത്രയും വിവരമുണ്ടായിട്ടും നിങ്ങൾ എന്താ ഇക്കാര്യമൊന്നും പോലീസിനെ അറിയിക്കാതിരുന്നത്? നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവർക്കെതിരെ ഒരു പരാതി തന്നേക്ക്, ഞങ്ങൾ ഇവരെ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഇവർ ഇപ്പോൾ ചെയ്തു കൂട്ടിയ ദ്രോഹത്തിനുള്ള ശിക്ഷയാണ് സ്വന്തം മകൾ തന്നെ കൊടുക്കുന്നത്. സ്വന്തം മകൾക്ക് പോലും സ്വന്തം അച്ഛനെയും അമ്മയെയും ഇപ്പോൾ ആവശ്യമില്ലാതായിപ്പോയി. അത് തന്നെയാണ് ഇവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് എനിക്കൊരു പരാതിയുമില്ല സാറേ എന്ന് ഭാവന പറയുകയാണ്. അപ്പോഴത്തേക്കും അജയൻ വേറെ ഒരു നാടകം അങ്ങ് കളിക്കുകയാണ് കേട്ടോ. പോലീസിനെ നിങ്ങൾ കൂട്ടുപിടിച്ച് ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ വനിതാ കമ്മീഷന് കേസ് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ മകളെയാണ് നിങ്ങൾ അവളുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത്. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. എൻ്റെ മകൾ ഗർഭിണി തന്നെയാണ്. എൻ്റെ മകളെ നിങ്ങൾ രക്ഷിക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായും വനിതാ കമ്മീഷൻ്റെ സഹായം തേടുക തന്നെ ചെയ്യും. എൻ്റെ മകൾക്ക് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അജയനും പ്രസീതയും അങ്ങ് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് സൂര്യയും ഭാവനയും ജയനിർമ്മലയും ഒക്കെ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇവർ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ മാനസയും ആകെ ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ്. അച്ഛനും അമ്മയും ഇനിയിപ്പോൾ വനിതാ കമ്മീഷനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ കേസ് കോടതിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ വെച്ച് എല്ലാ സത്യവും ഞാൻ പറയുക തന്നെ ചെയ്യും. എൻ്റെ അച്ഛനും അമ്മയുമാണെന്നുള്ള പരിഗണന ഞാൻ അവർക്ക് കൊടുക്കില്ല. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം എന്ന് തന്നെയാണ് കേട്ടോ മാനസ അപ്പോഴും മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് സേതുവും വിജയപത്മനും ജാനകിയും കൂടി വരുന്നത്. അങ്ങനെ അവർ സൂര്യയുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെ പോലീസ് വണ്ടി കാണുന്നതോടുകൂടി അവരാകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ ജാനകിയോട് വിജയപത്മൻ പറയുകയാണ്, സേതുവിനോടും കൂടി പറയുകയാണ്, നമുക്കിപ്പോൾ അവിടേക്ക് പോവേണ്ടതില്ല, നമുക്കിവിടെ മാറി നിൽക്കാം. എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ആദ്യം അറിയട്ടെ. എന്നതിൻ്റെ ശേഷം മാത്രം മതി നമ്മൾ ഇതിൽ ഇടപെടേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ഇനി അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിജയപത്മനും ജാനകിയും സേതുവും കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നത് വിജയപത്മനും ജാനകിയും സേതുവും മാറി നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ പോലീസിന്റെ മുന്നിൽ വെച്ച് അജയൻ ഇക്കാര്യം പറഞ്ഞതോടുകൂടി പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. നിങ്ങളുടെ മകൾ ഗർഭിണിയാണെങ്കിൽ അത് ആരാണ് ഉത്തരവാദി എന്നുള്ളത് നിങ്ങളുടെ മകൾ തന്നെ പറയട്ടെ എന്ന് പോലീസ് പറയാൻ കേട്ടോ. അങ്ങനെ മാനസ് പറയുകയാണ്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഞാൻ സരോഗസി വഴിയാണ് ഗർഭം ധരിച്ചത്. അത് എൻ്റെ അച്ഛനും അമ്മയും ഈ വീടിനോട് ചെയ്ത ദ്രോഹത്തിന് ഭാവനയ്ക്ക് ഇനി ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സത്യം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ച് അവർക്കൊരു കുഞ്ഞിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അതെല്ലാം എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ്, അല്ലാതെ ഇവർ പറയുന്നത് പോലെ എന്നെ ആരും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതല്ല സാറേ മാനസ പറയുകയാണ്. അപ്പോൾ അജയനും പ്രസീതയ്ക്കും വീണ്ടും ഉത്തരം മുട്ടി പോവുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പരാതി എല്ലാം തന്നെ വ്യാജമാണ്. നിങ്ങളുടെ മകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഈ സത്യമൊക്കെ പറയുന്നത്? നിങ്ങളുടെ മകളെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടുമില്ല, ആരും ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ മകൾ ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ മാത്രമാണ് കോടതിയും ഉത്തരവ് നൽകുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അജയനും പ്രസീതയും വീണ്ടും പോലീസിനോട് പറയുകയാണ്, നിങ്ങൾ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാറേ ഞങ്ങൾ ഉറപ്പായും വനിതാ കമ്മീഷന്റെ സഹായം തേടും. ഞങ്ങൾ വനിതാ കമ്മീഷന് പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്.